ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് കണ്ടാലോ? നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലതായിട്ടുള്ള ഒരു ആട്ടുകാൽ പായ മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാനിതിനു വേണ്ടി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നമ്മൾ കേരളീയർ വെളിച്ചെണ്ണയാണല്ലോ അല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ആക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചാണ്. ഒരു 2 ഓണിയൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആണെങ്കിൽ 10 to 20 ആ ഒരു കണക്കിന് എടുക്കാം. പിന്നെ ഞാൻ തക്കാളി ഇതിന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓണിയനെ. അതേപോലെ തന്നെ തക്കാളി, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരെണ്ണം അരച്ചും വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടിയ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പച്ചമുളക് 2, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 10 എണ്ണം, പിന്നെ പുതിന, മല്ലിയില, കറിവേപ്പില, ഇതൊക്കെ അരച്ചതാണ്. കുറച്ച് കുംകിൻ സീഡ് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. നമ്മൾ പാൻ വെക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം, ഉള്ളി വഴറ്റിയെടുക്കണം, നമ്മുടെ മസാല ഇട്ട് കൊടുക്കണം, അതെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി പീസ് ഇട്ട് കൊടുക്കുക. തക്കാളി പീസ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു റെസിപ്പി അധികം ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം സൂപ്പായിട്ട് കുടിക്കുക, ഇല്ലെങ്കിൽ സൂപ്പായിട്ട് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ആളുകൾ കുടിക്കുക. ഇവിടെ തമിഴ്നാട്ടിലുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ പായ, ആട്ടുംകാൽ പായ അല്ലെങ്കിൽ പോത്തുംകാൽ പായൊക്കെ. അപ്പോൾ ഈ പായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പായ ആയതുകൊണ്ട് ചില ആളുകൾ കുടിക്കലില്ല, അത് ലൂസായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു മസാല അയക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് മട്ടൻ മസാലയാണ്. മട്ടൻ മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സൂപ്പ് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. സൂപ്പിൻ്റെ റെസിപ്പി ഞാൻ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു റെസിപ്പിയും വളരെ ഹെൽത്തിയാണ്. നമ്മളുടെ ബോൺസിനും നമ്മളുടെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ റെസിപ്പി. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മുടെ മിക്സിയുടെ ജാറിലുള്ള വെള്ളം, ബാക്കി നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ അരപ്പിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പാടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുത്തു. തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഉടഞ്ഞു പോരുത്. കുറച്ചൊക്കെ തക്കാളിയുടെ പീസൊക്കെ വേണം, അപ്പോഴാണ് അതൊരു രസം. ഓക്കെ. പിന്നെ പുളി കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെച്ചെങ്കിൽ തക്കാളിയുടെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഗ്രേവി നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആട്ടുംകാല് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ലെഗ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മട്ടൻ ലെഗിന് ഫസ്റ്റ് വേവിച്ചിട്ടുണ്ട്. കുക്കറിൽ മല്ലി, കുരുമുളക്, ജീരകം, അതേപോലെ പട്ട, ഗ്രാമ്പു, ആ ഐറ്റംസ് ഉണ്ടല്ലോ, സ്പൈസസ്, അതൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട്, ഒരുപാട് പൊടിക്കേണ്ട, ക്രഷ് ആക്കിയിട്ട് അതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 വിസിലെങ്കിലും അടുപ്പിച്ചിട്ടുണ്ടാവും. 10 വിസിൽ അടിച്ച് വേവിച്ച് എടുത്തതാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. കുറച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ അതിന് മുകളിൽ തൂവി കൊടുക്കുകയാണ്. ഈ കാല് നന്നായിട്ട് വേവിക്കേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി വേവുമ്പോഴാണ് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങുള്ളൂ. സത്ത് ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് കടിക്കുന്ന സമയത്ത് നല്ല ഈസി ആൻഡ് സ്മൂത്തായിരിക്കും, കടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനൊരു 5 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഡ്രൈ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഈ സമയത്ത് നമുക്ക് മട്ടൺ വേവിച്ചിട്ടുള്ള വെള്ളം വേണമെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ വേവിച്ച് വറ്റിച്ചെടുക്കാം. ആ ഗ്രേവി, അതായത് ആ മട്ടൻ കാല് വേവിച്ചുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതിൽ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണിത്. ചോറിൻ്റെ കൂടെ ഇങ്ങനെ മസാലയാക്കി എടുക്കുകയാണെങ്കിൽ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചില ആളുകൾക്ക് എന്തെന്നാ കുറേ കൂട്ടാൻ വേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇത്ര വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒന്ന് വറ്റി വരുന്നതിന് മുൻപ് തന്നെ നമുക്കത് ഓഫാക്കി എടുക്കാം. പക്ഷെ നന്നായി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മസാലയും വെളിച്ചെണ്ണയും ഒക്കെ പാടെ അങ്ങോട്ട് ഇതായിട്ട് അതിൻ്റെ ആ കാലിൻ്റെ ഉള്ളത്തെ സത്തൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ട് മസാലയിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്, ഒരു അടിപൊളി സ്മെല്ലുമാണ്. അപ്പോൾ ഇതാ സുരേട്ടൻ എന്താ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദോശ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് കഴിക്കണം. അപ്പോൾ
അപ്പം നമ്മളിവിടെ മാവ് അരയ്ക്കുന്ന സമയത്ത് വീട്ടിലരയ്ക്കുന്ന മാവാണ്. മാവ് അരയ്ക്കുന്ന സമയത്ത് ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞ സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും. പിന്നെ ഒരു എന്താ പറയുക വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് പറയണതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുവെച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മളുടെ മട്ടൺ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കാര്യത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല രീതിയിൽ ബ്രൗണിഷ് കളറായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇത് കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല അട്ടാറ് കോമ്പിനേഷനാണ്. ദോശയും ചിക്കൻ കറിയും പോലെ തന്നെ ദോശയും ഈ ആട്ടിൻകാൽ മസാലയും വേറെ ലെവലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെൽ എനേബിൾ ചെയ്ത് വെക്കാനും വേണ്ടി ആരും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഹെൽത്തിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആട്ടുംകാലൊക്കെ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, വയസ്സായിട്ടുള്ള ആളുകൾ അവർക്കൊക്കെയാണ് സൂപ്പായിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ വയസ്സായ ആളുകൾക്ക് സൂപ്പായി കൊടുക്കുക, പ്രഗ്നൻ്റ് ലേഡീസിനാണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക ചെറിയ കുട്ടികൾക്കാണെങ്കിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ സുരേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ചോദിക്കുക. എങ്ങനെയുണ്ട് സുരേട്ടാ? സംഭവം അടിപൊളിയാണ്, കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.